ജാവയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ലാംഡ എക്സ്പ്രഷനെ പറ്റിയാണ് പഠിക്കുന്നത്. ലാംഡ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ജാവയുടെ ഒരു മെത്തേഡ് കൂട്ട് തന്നെയാണ്. പക്ഷേ അതിനൊരു പേരിൻ്റെ ആവശ്യമില്ല. അത് പാരാമീറ്റർ നമുക്ക് പാസ് ചെയ്യാം, അതുപോലെ അത് വാല്യൂ റിട്ടേൺ ചെയ്യുകയും ചെയ്യും. നമുക്ക് നേരെ ഒരു എക്സാമ്പിൾ എടുക്കാം. അറേ ലിസ്റ്റിലാണ് നമ്മൾ ഇന്ന് ലാംഡ എക്സ്പ്രഷൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് അതിനായിട്ട് ആദ്യം ഇമ്പോർട്ട് പറയാം. ഇമ്പോർട്ട് ജാവ ഡോട്ട് യൂട്ടിൽ ഡോട്ട് സ്റ്റാർ എന്ന് പറയാം. ഇതിൽ അറേ ലിസ്റ്റ് ഉണ്ട്. നമ്മുടെ ജാവ ഫയലിൻ്റെ പേര് ലാംഡ എക്സാമ്പിൾ ഡോട്ട് ജാവ എന്ന്. അപ്പോൾ നമുക്കൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം, ലാംഡ എക്സാമ്പിൾ. ഇത് നമ്മൾക്ക് മെയിൻ ഫംഗ്ഷൻ ഇതിലോട്ട് ആഡ് ചെയ്യാം. നമുക്കൊരു അറേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഒരു ഇൻറ്റിജർ അറേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. നമുക്ക് അതിനകത്തോട്ട് ഇനി വാല്യൂസ് ആഡ് ചെയ്യാം. എറർ ഡോട്ട് ആഡ് എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ അറേ ലിസ്റ്റ് പ്രിൻ്റ് ചെയ്യാൻ പോവാണ് ഫോർ ഈച്ച് ഉപയോഗിച്ചിട്ട്. ഇവിടെ നമ്മൾ ലാംഡ എക്സ്പ്രഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ലാംഡ എക്സ്പ്രഷൻ കോൾ ചെയ്യുന്നു. ഞാൻ മുമ്പ് പറഞ്ഞു മെത്തേഡ് നെയിം ഇല്ല, ജസ്റ്റ് പാരാമീറ്റർ ഉണ്ടെങ്കിൽ അത് മാത്രം, ഇല്ലെങ്കിൽ എം ടി ബ്രാക്കറ്റായിട്ട് അവിടെ കൊടുക്കാം. ഇവിടെ നമ്മൾ കർലി ബ്രാക്കറ്റ് ഇടുക. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എൽ എൻ, നമ്മൾ ആ എൻ പ്രിൻ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ സേവ് ചെയ്യുന്നു. ഇനി നമുക്ക് കോഡ് ഒന്ന് കമ്പൈൽ ചെയ്യാം. ജാവ സി എക്സാമ്പിൾ ഡോട്ട് ജാവ. നമുക്ക് എറർ ഒന്നുമില്ല. ഇനി റൺ ചെയ്യാം. നമുക്കിപ്പോൾ ഇത് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് ലാംഡ എക്സ്പ്രഷൻ ജാവ അറേ ലിസ്റ്റ് യൂസ് ചെയ്യുന്നത്.